പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത ഫൈനൽ എക്സാം 3-ാം ക്ലാസ് ഫിഖ് കഴിഞ്ഞ ദിവസം നടന്ന മാതൃകാ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നൊരു ചോദ്യമാണ്. ഒട്ടുമിക്ക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിലും ആദ്യം ഇതുപോലത്തെ ഒരു ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തണമെങ്കിൽ പാഠം നന്നായി നമ്മൾ വായിക്കണം. അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഒരു ചോദ്യം. 5 ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം അപ്പുറത്തെ കള്ളിയിൽ ഡിസോർഡർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ശരിയായത് ചോദ്യത്തിന് നേരെ നമ്മൾ എഴുതി കൊടുത്താൽ മാത്രം മതി. ഒന്നാമത്തെ ചോദ്യം അബ്വാലു സുന്നത്തുകൾ, അതിനോട് യോജിച്ചത് ഏതാണ്? 7 എന്നതാണ്. കാരണം അബ്വാലു സുന്നത്തുകൾ 7 എണ്ണമാണ് എന്ന് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. 2 നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 കാരണം 14 എണ്ണം നമ്മൾ പഠിച്ചതാണല്ലോ. ഇനി മൂന്നാമത്തത് നിയ്യത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചത് കരുതുക എന്നതാണ്. അപ്പോൾ നിയ്യത്തിൻ്റെ പ്രധാനം മനസ്സിൽ കരുതലാണല്ലോ, അതാണ് അതിനോട് യോജിച്ച് വരുന്നത്. പറയുക എന്നുള്ളത് സുന്നത്തേ ഉള്ളൂ, നിയ്യത്ത് മനസ്സിൽ നമ്മൾ കരുതലാണ് നിർബന്ധം. ഇനി നാലാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ എന്തു ചെയ്യണം? നിൽക്കുക തന്നെ വേണം. അപ്പോൾ നിൽക്കുക എന്നതാണ് യോജിച്ചത്. 5-ാമത്തത് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇക്കാമത്തും കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്, അതാണ് അതിനോട് യോജിച്ചത്. ഇനി 2-ാമത്തെ ചോദ്യം വായിക്കാം. പൂർത്തിയാക്കാം എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ചോദ്യവും നമുക്ക് ഉറപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ പുസ്തകം നന്നായി വായിക്കുന്നവർക്ക് ഇതും സിമ്പിളായിരിക്കും. ഒന്നാമത്തത് അഖാമഹല്ലാഹു ഡാഷ് വ അദാമഹ എന്നാണ്. ഇക്കാമത്ത് കൊടുക്കുന്ന സമയം ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് പറയുമ്പോൾ ചൊല്ലാനുള്ള ദിക്റാണത്. 2-ാമത്തത് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് ഡാഷ് കറാഹത്താണ്. 3-ാമത്തത് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും ഖിബിലയിലേക്ക് തിരിക്കണം എന്നതാണ്. 4-ാമത്തത് മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല എന്നതാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളതിനെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി 3-ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം എന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണത്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ല ചോദ്യപേപ്പറുകൾ ഭംഗിയായി വിവരിക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്, നഷ്ടമാവാതിരിക്കട്ടെ എന്നുകൂടെ ഉണർത്തുന്നു. ഒന്നാമത്തത് റുക്കൂ എന്നാണ് നൽകിയിട്ടുള്ളത്. എന്താണ് റുക്കൂ എന്ന് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഉള്ളം കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ്. 2 ഉള്ളം കൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കൂ എന്ന് പറയുന്നത്. 2-ാമത്തത് എഴുത്തിദാൽ എന്നതാണ്. റുക്കൂവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാൽ. റുക്കൂവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങൽ. 3-ാമത്തത് തുമഇനീനത്ത്. എന്താണ് തുമഇനീനത്ത്? റുക്കൂ, എഴുത്തിദാൽ, സുജൂദ്, ഇടയിലെ ഇരുത്തം. ഈ 4 എണ്ണം എന്തൊക്കെ? റുക്കൂ, എഴുത്തിദാൽ, സുജൂദ്, ഇടയിലെ ഇരുത്തം. ഈ 4 എണ്ണത്തിലും അനക്കം അടങ്ങലാണ് തുമഇനീനത്ത്. ഈ ചോദ്യങ്ങൾ ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 4-ാമത്തെ ചോദ്യം വേർതിരിക്കാം എന്ന ചോദ്യമാണ്. എങ്ങനെയാണ് വേർതിരിക്കേണ്ടത്? നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നിസ്കാരത്തിലെ കറാഹത്ത്, നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ 3 പാർട്ടുകളിലായി ബ്രാക്കറ്റിൽ കൊടുത്ത ഒരുപാട് എണ്ണമുണ്ട്. അതിനെ നമ്മൾ വേർതിരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തത് നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ ഏതൊക്കെയാണ് വരുന്നത്? 2 സുജൂദ് ചെയ്യുക എന്നത് ഫർളാണ്. അതുപോലെ തന്നെ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, ഇതും നിസ്കാരത്തിൻ്റെ ഫർളാണ്.
ഇനി രണ്ടാമത്തത് നിസ്കാരത്തിലെ കറാഹത്താണ്. തല ചുമൽ തുറന്നിടുക. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തല മറക്കാതിരിക്കുക. ബനിയനൊന്നും ഇടാതെ നമ്മുടെ തോളുകൾ വെളിവാക്കിയിട്ട് ആണുങ്ങൾ നിസ്കരിക്കുക. പെണ്ണുങ്ങൾക്ക് പിന്നെ അത് പറ്റില്ലല്ലോ. അപ്പോൾ തല ചുമൽ തുറന്നിടുക. മഖ്ബറയിൽ വെച്ച് നിസ്കരിക്കുക. അപ്പോൾ മഖ്ബറ പോലത്തതിൽ നിസ്കരിക്കലൊക്കെ കറാഹത്താണ്. ഇനി മൂന്നാമത്തത് നിസ്കാരം മുറിയുന്ന കാര്യങ്ങളാണ്. തുടർച്ചയായി 3 തവണ അനങ്ങുക, അത് നിസ്കാരം ബാത്തിലാക്കും. ഉമിനീര് അല്ലാത്തത് ഉള്ളിലേക്ക് കടത്തുക. ഉമിനീര് കുഴപ്പമില്ല, തുപ്പലം ഇറക്കിയാൽ കുഴപ്പമില്ല, അതല്ലാത്ത എന്തിറക്കിയാലും നമസ്കാരം ബാത്തിലാകും. ഈ കൊടുത്ത 3 ചോദ്യങ്ങളിലും ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അതും കൂടെ പഠിച്ചു വെക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇനി അഞ്ചാമത്തത് വായിക്കുന്നത് ഉത്തരം എഴുതാം എന്ന ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം, അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? സലാമിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. സലാമിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്താൽ മതി. രണ്ടാമത്തത്, ഹയ്യാലകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഇത് എഴുതുന്നത് കൂടെ ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, സ്വദഖ്ത വ ബരിർത്ത എന്ന് ചൊല്ലേണ്ടത് എപ്പോൾ? സുബഹ് ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ. എന്താണ്? സുബഹ് ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോഴാണ് സ്വദഖ്ത വ ബരിർത്ത. ഇത് തിരിച്ചും ചോദിക്കാം, ഇത് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അങ്ങനെയും ചോദിച്ചേക്കാം. നാലാമത്തത്, നിസ്കാരത്തിൻ്റെ ഷറത്ത് എന്നാൽ എന്ത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നാലാമത്തത്, അബ്ആദു സുന്നത്തിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ, രണ്ടാമത്തതല്ല, ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതൽ. ഒന്നാം അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, ഇതും അബ്ആദു സുന്നത്താണ്. ഇതിൽ ബാക്കി 5 എണ്ണം വേറെയും വരുന്നുണ്ട്, പഠിച്ചു വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി അവസാനത്തെ ചോദ്യം, ക്രമ നമ്പർ ഇടുക എന്നുള്ളതാണ്. പാഠപുസ്തകത്തിൽ കൊടുത്ത ബാങ്കിന് ശേഷമുള്ള ദുആ ആണ്. ആ ദുആ ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ഓർഡറാക്കി എഴുതാനോ അല്ലെങ്കിൽ നമ്പർ ഇട്ട് കൊടുക്കാനോ ഒക്കെ ആയിരിക്കും. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല വൽ ഫളീല വദറജത റഫിയ വബഅത്ഹു മഖാമ മഹ്മൂദിനില്ലദി വഅത്ത വർസുഖ്നാ ശഫാഅതുഹു ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്നാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള രീതി. അപ്പോൾ ഇത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും ചിലപ്പോൾ പൂരിപ്പിക്കാനോ മറ്റോ ബ്രാക്കറ്റിൽ നിന്ന് യോജിപ്പിക്കാനോ ഒക്കെ ചോദിച്ചാൽ അറിയാണ്ടായി പോകരുത്. അതുകൊണ്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല പേപ്പറുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.